മമ്മൂട്ടി ജ്യോതിക പ്രധാന വേഷങ്ങളിലെത്തി. ആദർ സുകുമാരനും പോൾ സെൻസ്കറിയയും തിരക്കഥ എഴുതി ജിയോ ബേബി സംവിധാനം ചെയ്ത മികച്ചൊരു സിനിമ തന്നെയാണ് കാതൽ ദി കോർ. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഫാമിലി മൂവിയോ എന്റർടൈനർ മൂവിയോ അല്ല, ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന സിനിമകൾ കാണുന്ന അപ്രോച്ചോടുകൂടി സിനിമ കാണുന്നവർക്ക് മാത്രം ദഹിക്കുന്ന ഒരു സിനിമ എന്നുകൂടി പറയണം കാതൽ ദി കോർ. എന്ന് കരുതി സിനിമ മോശം എന്നല്ല, എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ സിനിമയല്ല. എന്നിരുന്നാലും താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരിക്കലും നിരാശപ്പെടുത്തില്ല. സമൂഹത്തിന് മികച്ചൊരു സന്ദേശം നൽകുന്ന നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു സമകാലിക വിഷയം വളരെ മനോഹരമായി തിരക്കഥയാക്കി ആദർ സുകുമാരനും പോൾ സെൻസ്കറിയയും. ആ തിരക്കഥയെ ജിയോ ബേബി അതിലും മനോഹരമായി തന്നെ തന്റെ സംവിധാന മികവിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 13 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ ജ്യോതിക വമ്പൻ അഭിനയ മുഹൂർത്തങ്ങൾ ഒന്നും ലഭിച്ചില്ല എങ്കിലും കിട്ടിയ ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് അഭിനേതാക്കളും ഓരോരുത്തരുടെയും വളരെ കൃത്യമായ കാസ്റ്റിംഗ് ആയിരുന്നു എന്നത് സിനിമയിലെ പ്രകടനങ്ങൾ കൊണ്ട് തെളിയിച്ചു എന്ന് തന്നെ പറയാം. ഇനി മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മാത്യു സാറിന്റെ വേഷത്തിലെത്തി ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അഭിനയത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത മികച്ച പ്രകടനം തന്നെയെന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. LGBTQ ആയി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് ആ ആശയം വളരെ മനോഹരമായി തന്നെ ചിത്രത്തിന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇതായതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ സിനിമയ്ക്ക് വിലക്കും നേരിടേണ്ടി വന്നു. എന്തായാലും കണ്ണൂർ സ്ക്വാഡിന് ശേഷം മമ്മൂട്ടി വീണ്ടും പ്രേക്ഷകർക്ക് മികച്ചൊരു സിനിമ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം തന്നെയാണ് കാതൽ ദി കോർ. എന്തോ മമ്മൂട്ടി കമ്പനി മികച്ച ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കൂ എന്ന വാശിയിലാണോ? സിനിമ എന്തായാലും കൊമേഴ്ഷ്യലായി വലിയ നേട്ടങ്ങൾ നേടിയില്ലെങ്കിലും ഒരു നല്ല സിനിമ എന്നതിൽ വൻ വിജയം തന്നെയാകും. അതുപോലെ ഈ വർഷവും മികച്ച സിനിമയ്ക്കും നടനുമുള്ള പുരസ്കാരത്തിന് മമ്മൂട്ടി കാതൽ ദി കോർ എന്ന സിനിമയും തന്റെ പേരും രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെ ഉറപ്പിക്കാം. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.